സിപിഐക്കും റവന്യൂ വകുപ്പിനുമെതിരെ വിമർശനം ഉന്നയിച്ച രവീന്ദ്രൻ പട്ടയങ്ങൾ നൽകിയ മുൻ ഡെപ്യൂട്ടി തഹസിൽദാർ എം.ഐ. രവീന്ദ്രൻ അഡീഷണൽ തഹസിൽദാരുടെ ചുമതലയിൽ നിന്നും തന്നെ മാറ്റിയത് സിപിഐയുടെ നിർബന്ധം കൊണ്ട്. സിപിഐ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചെടുത്ത് താൻ പട്ടയം നൽകിയില്ല. വ്യാജ ഒപ്പിട്ടാണ് പി.കെ. വാസുദേവൻ നായരുടെ പേരിലുള്ള പട്ടയ അപേക്ഷ നൽകിയത്. ഇക്കാര്യം തുറന്നു പറഞ്ഞതും സിപിഐക്ക് നാണക്കേടുണ്ടാക്കി. ഭൂവിഷയങ്ങൾക്ക് പ്രധാന കാരണം സിപിഐയിലെ ഗ്രൂപ്പ് വഴക്കാണ്. റദ്ദു ചെയ്യുന്ന പട്ടയങ്ങൾ കെ. ഇസ്മയിൽ വിതരണം നടത്തിയത് മാത്രമെന്നും രവീന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ ആകെ ഭൂപ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരികയും അതിന്റെ ചട്ടനിർമ്മാണങ്ങളൊക്കെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുമെന്ന് കഴിഞ്ഞ ദിവസവും റവന്യൂ മന്ത്രി അടക്കം വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ പോലും ഭൂപട്ടയ വിഷയങ്ങൾ ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്നു. അതിലൊരു വിഷയമാണ് മുമ്പ് തഹസിൽദാരായിട്ടിരുന്നുള്ള എം.ഐ. രവീന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്ന രവീന്ദ്രൻ പട്ടയ വിഷയം. ഏതാണ്ട് റദ്ദു ചെയ്തിട്ട് 45 ദിവസങ്ങൾക്കുള്ളിൽ റെഗുലൈസ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷത്തോട് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിനും ചില കാര്യങ്ങൾ പറയാനുണ്ട്, ചിലത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുമുണ്ട്. ഈ പട്ടയം റദ്ദു ചെയ്യപ്പെടാനുണ്ടായ ഒരു കാരണം പ്രധാനമായിട്ടും അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് അർഹതപ്പെട്ട ഇല്ലെങ്കിൽ അധികാരമുള്ളയാളല്ല ഈ പട്ടയങ്ങൾ സാക്ഷ്യപ്പെടുത്തി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണിപ്പോൾ ഗവൺമെന്റ് ഈ പട്ടയങ്ങൾ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാരണം. അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥൻ പട്ടയം കൊടുത്തു എന്നുള്ളതാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നയപരമായ ഒരു തീരുമാനമാണ് ഭൂരഹിതർക്കും സർക്കാർ ഭൂമി കൈവശമുള്ളവർക്കും പട്ടയം കൊടുക്കുക എന്നത്. അതിന്റെ ഭാഗമായിട്ട് 1998 നയനാർ സർക്കാരിന്റെ കാലത്ത് ഈ പട്ടയം നൽകി പട്ടയമേള നടത്തണം എന്ന് തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഞാനന്ന് ദേവികുളത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്നു. തഹസിൽദാർമാരുടെ സീനിയോറിറ്റി സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസുള്ളതുകൊണ്ട് തഹസിൽദാർമാരില്ലായിരുന്നു. അതുകൊണ്ടാണ് ജില്ലാ കളക്ടർ ഈ നയപരിപാടി അടിയന്തരമായിട്ട് തന്നെ സമയബന്ധിതമായിട്ട് തന്നെ നടത്താൻ തീരുമാനിക്കുകയും എന്നെ ദേവികുളം താലൂക്കിൽ പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ തഹസിൽദാരുടെ മുഴുവൻ ചുമതലയും നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവികുളം താലൂക്കിൽ 9 വില്ലേജുകളിലായിട്ട് ഏതാണ്ട് 10,000 ഏക്കർ സ്ഥലത്തിന് ഞാൻ പട്ടയം കൊടുത്തു. അത് 98-99 അഡീഷണൽ തഹസിൽദാരായിട്ട് വെറും 1 വർഷം മാത്രമേ ഞാൻ ചാർജിലിരുന്നുള്ളൂ. ആ ചാർജിലിരുന്ന് തീരുന്നതിന് മുമ്പ് തന്നെ സിപിഐയുടെ നിർബന്ധം കൊണ്ട് എന്നെ ജില്ലാ കളക്ടർ മാറ്റുകയാണ് ചെയ്തത്. സ്ഥലം മാറ്റുകയാണ്. അതും എന്റെ നാട്ടിലേക്ക് തരാതെ ദൂര സ്ഥലത്തേക്കാണ് സ്ഥലം മാറ്റിയത്. എന്താ ഈ സിപിഐക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകാൻ കാരണം, അങ്ങയോടൊരു വിരോധം ഉണ്ടാകാൻ കാരണം? സിപിഐ പറഞ്ഞ പോലെ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ മൂന്നാറിൽ പട്ടയം കൊടുത്തില്ല. ഇതുകൊണ്ടാണ് സിപിഐക്ക് അന്നു മുതൽ ഒരു പ്രശ്നമുണ്ട്, എന്നോടുള്ള വൈരാഗ്യമുണ്ട്. രണ്ടാമത് PKVയുടെ മൂന്നാറിലുണ്ടായിരുന്ന സ്ഥലത്തിന് 11.25 സെന്റിന് പട്ടയം കൊടുത്തു. 7 സെന്റ് MN ഗോവിന്ദനാരുടെ പേരിൽ 56 കിട്ടിയതായിരുന്നു. ഇതിന്റെ പിരിവിനും കൂടിയാണ് അവരെ അപേക്ഷിച്ചത്. പക്ഷേ അപേക്ഷ തന്നത് 11.25 സെന്റിനാണ്. അപ്പോൾ അത് PKV നേരിട്ട് വന്ന് ഒപ്പിട്ട് തരികയോ അല്ലെങ്കിൽ PKV ഒപ്പിട്ട് എൻ്റെ അടുത്ത് ഏൽപ്പിച്ച അപേക്ഷാപത്രമോ അല്ലായിരുന്നു. പിന്നീട് കമ്മിറ്റി എല്ലാം പാസ്സാക്കി. അതിനുശേഷം പിന്നീട് അറിയാൻ സാധിച്ച് PKVയുടെ ഒപ്പ് ആ പട്ടയാപേക്ഷയിലെ ഒപ്പ് കള്ള ഒപ്പിട്ടാണ് കൊടുത്തത്. ആ വിവരം ഞാൻ പത്രസമ്മേളനത്തിൽ കൂടി അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ CPIക്ക് നാണക്കേടായതുകൊണ്ട് റദ്ദ് ചെയ്യുകയും കൂടി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് രണ്ടാമത്തെ വൈരാഗ്യം. സർക്കാരിന്റെ ഭാഗത്ത് അത്തരമൊരു വീഴ്ച ഉണ്ടായിട്ടില്ല. ഇതെല്ലാം പട്ടയം കൊടുത്ത അധികാരമില്ലാത്ത ആളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ദയവായിട്ട് നിങ്ങളൊക്കെ ആദ്യം കെ. ഇസ്മായിലിനോട് തന്നെ ചോദിക്കുക. മറ്റൊരു കാര്യം, CPIയിലെ കെ. ഇസ്മായിലും മറ്റേ ഗ്രൂപ്പും തമ്മിലുള്ള ഉടക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഇതിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ വിതരണം ചെയ്തതാണ് അങ്ങയുടെ പേരിലുള്ള പട്ടയം എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം നിലനിൽക്കുന്നത്. അത് തന്നെയാണ് തീർച്ചയായിട്ടും. അത് തീർക്കണം. കാരണം മൂന്നാർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നമ്പർ 1 ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഒരു തവണ UDF വരികയാണെങ്കിൽ ഈ വിഷയം പരിഹരിക്കപ്പെടും. ഞാൻ പട്ടയം കൊടുത്ത് BJPക്കും BJP പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും അവിടെ കൊടുത്തിട്ടില്ല. എല്ലാം LDF പ്രവർത്തകർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ച് എപ്പോഴും ഞാൻ പറയാം, CBI തന്നെ വേണം ഇതിന്. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും.
എന്തായിരുന്നാലും അത്തരം ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഈ വിഷയം കൃത്യമായി പരിഹരിക്കപ്പെടണമെങ്കിൽ ഒന്ന്, CPIക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു, അതിന് ചില കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. തന്നെ വേട്ടയാടുന്നതിന് കാരണം CPIക്കകത്തെ ചില ആളുകളാണ്, ഇല്ലെങ്കിൽ CPIക്ക് തന്നോടുള്ള വിരോധമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ഈ വിഷയം കൃത്യമായി പഠിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ പരിഹാരം കാണണമെങ്കിൽ CBI തന്നെ എത്തണം എന്നുള്ളതാണ് പറയുന്നത്. എന്തായിരുന്നാലും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യം കൂടി എത്തിയിരിക്കുന്നു. കാരണം റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്ന പട്ടയങ്ങൾ 45 ദിവസത്തിനുള്ളിൽ കൊടുക്കാം എന്ന് പറഞ്ഞ വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം ഇവിടെ നിൽക്കുകയാണ്. അത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട്. സന്ദീപ്, ഇപ്പോൾ CPI നേതാക്കൾക്കെതിരെയാണല്ലോ MI രവീന്ദ്രൻ പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങൾ? അതുല്യ, ഈ ഒരു വിഷയത്തിൽ രവീന്ദ്രൻ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ആദ്യമായിട്ടാണ് ഇപ്പോൾ MI രവീന്ദ്രൻ തന്നെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തുന്നത്. ആദ്യം മുതൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ പട്ടയങ്ങൾ റദ്ദ് ചെയ്യപ്പെടുമ്പോൾ ഈ പട്ടയങ്ങൾ റദ്ദ് ചെയ്യാനുള്ള യാതൊരുവിധ സാഹചര്യവുമില്ല, കാരണം നിയമപരമായി തന്നെ നൽകിയതാണ് പട്ടയം എന്നുള്ളതാണ്. എന്നാൽ സർക്കാർ അത് ആദ്യം കണ്ടെത്തിയിരിക്കുന്നത് ഈ സ്പെഷ്യൽ തഹസീൽദാർ അല്ലാത്ത, ഇല്ലെങ്കിൽ അഡീഷണൽ തഹസീൽദാർ അല്ലാത്ത ഒരാള് പട്ടയങ്ങളിൽ ഒപ്പിട്ട് നൽകി എന്നുള്ളതാണ് കണ്ടെത്തിയിരുന്നത്. പക്ഷേ അന്ന് സർക്കാർ പ്രത്യേകമായിട്ടുള്ള തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഇദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്യുമ്പോൾ അഡീഷണൽ തഹസിൽദാരുടെ മുഴുവൻ ചുമതലയും, അന്ന് അഡീഷണൽ തഹസിൽദാർ ലീവിലായിരുന്നു, ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡെപ്യൂട്ടി തഹസിൽദാരായി MI രവീന്ദ്രൻ ഇരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ എല്ലാവിധ ചുമതലകളും നൽകിയായിരുന്നു നിയമിക്കുന്നത്. അങ്ങനെയായിരുന്നു ഉത്തരവിട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാലവും തന്റെ പട്ടയങ്ങൾ സാധുതയുള്ളതാണ്, അതിന് നിയമ സാധുത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ ഈ CPIക്ക് എതിരെയുള്ള രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തുന്നത്. ഇതിനെല്ലാം കാരണം CPIക്കകത്തെ ഗ്രൂപ്പ് വഴക്കാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ഈ ചുമതലയിൽ നിന്ന് അന്ന് പട്ടയം വിതരണം നടത്തിയത് 1 വർഷം മാത്രമാണ് ഇദ്ദേഹം ഈ സ്പെഷ്യൽ തഹസീൽദാരുടെ ചുമതലയിൽ ഇരുന്നിട്ടുള്ളത്. അതിനുശേഷം ഇദ്ദേഹത്തെ അവിടെ നിന്നും സ്ഥലം മാറ്റുകയാണ് ചെയ്തത്. ആ സ്ഥലം മാറ്റുന്നതിന് പിന്നിൽ CPI ആയിരുന്നു എന്നുള്ളതാണ്. CPI നേതാക്കന്മാർ, ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞെടുത്ത, ഇല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചെടുത്ത് താൻ പട്ടയം കൊടുത്തില്ല, അതിന്റെ ഒരു വിരോധമാണെന്ന് തന്നെ ഇവിടെ നിന്ന് മാറ്റാനുണ്ടായിരുന്ന കാരണം. അന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു, ജില്ലാ കളക്ടർ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിട്ട് രവീന്ദ്രനെ ഇവിടെ നിന്നും സ്ഥലം മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നു. രവീന്ദ്രനെ മാറ്റിയില്ലെങ്കിൽ ജില്ലാ കളക്ടറെ മാറ്റും എന്നതായിരുന്നു പറഞ്ഞിരുന്നത് എന്നതടക്കം വ്യക്തമായി തന്നെ രവീന്ദ്രൻ നമ്മോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. താൻ കൊടുത്ത പട്ടയങ്ങളിൽ വിടാതെ പിന്തുടരാനുള്ള കാരണം ഇത് തന്നെയാണ് എന്നുള്ളതാണ്. മൂന്നാറിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ CBI തന്നെ വരണമെന്ന ആവശ്യവും രവീന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാന സർക്കാർ പക്ഷേ അതിന് സമ്മതിക്കില്ല. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടരുത് എന്ന് CPIക്ക് താല്പര്യമുണ്ട് എന്ന് രവീന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മൂന്നാറിൽ അനധികൃതമായ പട്ടയങ്ങൾ നിരവധി ഉണ്ട് എന്നുള്ളതാണ്. ഈ മൂന്നാറിലെ അനധികൃതമായിട്ടുള്ള പട്ടയങ്ങൾ ഉണ്ടാക്കുവാനുണ്ടായ കാരണം, ഈ രവീന്ദ്രൻ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനധികൃതമായിട്ട് പട്ടയങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ പട്ടയത്തിൽ മാത്രം ഉപയോഗിച്ചിരിക്കുന്ന സീല് രാജഭരണകാലത്തെ, ഇല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ ഭരണകാലത്ത് രാജഭരണകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ശംഖുമുദ്രയുള്ള സീലാണ്. ആ സീല് ഉപയോഗിച്ചിരുന്നത് കൊണ്ട് തന്നെ അത് താൻ പോന്നതിന് ശേഷം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് തന്റെ ഒപ്പും സീലും ഉപയോഗിച്ച് വ്യാപകമായിട്ട് രവീന്ദ്രൻ പട്ടയങ്ങൾ, വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം. അതിൽ പ്രധാനമായി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വിജിലൻസ് അടക്കം ഇത് അന്വേഷിക്കുകയും ഒറിജിനൽ ഒപ്പ് ഇട്ടിരിക്കുന്നതും, അതായത് യഥാർത്ഥ പട്ടയങ്ങളിലെ ഒപ്പും സീലും, ഒപ്പം തന്നെ വ്യാജ പട്ടയങ്ങളിലെ ഒപ്പും സീലും ശാസ്ത്രീയ പരിശോധന നടത്തുകയും അത് കള്ള ഒപ്പാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് രവീന്ദ്രൻ പറയുന്നത്. അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ CPIക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ, ഇസ്മായിലും അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന മരണപ്പെട്ട കാനം രാജേന്ദ്രൻ അടക്കമുള്ളവർ, ഈ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടം ഈ CPIക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്മായില് വിതരണം ചെയ്തിരിക്കുന്ന പട്ടയങ്ങൾ, ആ പട്ടയങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നതിന് പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞു വെക്കുന്നത്. എന്തായിരുന്നാലും താൻ പട്ടയം കൊടുത്തത് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിനോ ഇല്ലെങ്കിൽ BJPക്കാർക്കോ ഒന്നുമല്ല, ഇടതുപക്ഷ പ്രവർത്തകർക്ക്, ഇല്ലെങ്കിൽ
LDF-ന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കാണ് വിതരണം നടത്തിയിരിക്കുന്നത്. 530 പട്ടയങ്ങളായിരുന്നു രവീന്ദ്രൻ വിതരണം നടത്തിയിരിക്കുന്നത്. ആ വിതരണം നടത്തിയ പട്ടയങ്ങളെല്ലാം തന്നെ LDF പ്രവർത്തകർക്കായിരുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. എത്തരത്തിലാണ് ഒരു ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് ഏതു തരത്തിൽ ഒരു വിഷയത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നതിന്റെ ഒരു ആരോപണമാണ്, ഇല്ലെങ്കിൽ അതിന്റെ ഒരു സാക്ഷ്യം കൂടിയാണ്. ശരി സന്ദീപ്, CPIക്കും റവന്യൂ വകുപ്പിനുമെതിരെയാണ് രവീന്ദ്രൻ പട്ടയങ്ങൾ നൽകിയ മുൻ ഡെപ്യൂട്ടി തഹസിൽദാർ MI രവീന്ദ്രൻ ഇപ്പോൾ വിമർശനവും ഉന്നയിച്ച് രംഗത്ത് എത്തിയിരിക്കുന്നത്. അഡീഷണൽ തഹസിൽദാരുടെ ചുമതലയിൽ നിന്നും തന്നെ മാറ്റിയത് CPIയുടെ നിർബന്ധം കൊണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. CPI നേതാക്കൾ ചൂണ്ടിക്കാണിച്ചെടുത്താണ് താൻ പട്ടയം നൽകിയില്ല, വ്യാജ ഒപ്പിട്ടാണ് PK വാസുദേവൻ നായരുടെ പേരിലുള്ള പട്ടയ അപേക്ഷ നൽകിയെന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.